എങ്ങനെയുള്ള വാർത്തകളാണോ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്തത്, അങ്ങനെയുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 ഇറാൻ ലോഞ്ച് ചെയ്തു. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഇന്ന് മോർണിംഗ് ഇസ്രായേൽ ലോഞ്ച് ചെയ്തിരുന്നു ഇറാനെതിരെ. ഒറ്റ സമയത്തിൽ 234 ടാർഗറ്റിന് നേരെ ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണം. ഇതൊരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് എന്നതാണ് ശ്രദ്ധേയം. ഇതിന് നെതന്യാഹു നൽകിയ പേരാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഈ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഇസ്രായേൽ നടത്തിയതിന്റെ കാരണം ഇറാൻ അണുവായുധത്തിന്റെ അടുത്തേക്ക് വളരെ അടുത്തെത്തി എന്നതിനാലാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഇസ്രായേലിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് അതിൽ പറയുന്നത് ഇറാൻ നിയറിംഗ് ദ പോയിന്റ് ഓഫ് നോ റിട്ടേൺ ഇൻ ഇറ്റ്സ് റേസ് ടുവേർഡ്സ് എ ന്യൂക്ലിയർ വെപ്പൺ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോ റിട്ടേൺ. പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്ന് പറഞ്ഞാൽ അത് അച്ചീവ് ചെയ്യാനുള്ള എല്ലാ നിബന്ധനകളും, അതായത് ഒരു ആണവായുധം അതവർക്ക് അച്ചീവ് ചെയ്യാനുള്ള എല്ലാ നിബന്ധനകളും അവർ പൂർത്തിയാക്കി. ഈ ഒരു ഇൻഫോർമേഷൻ ഇസ്രായേലിന് ലഭിക്കുന്നു. ആ ഇൻഫോർമേഷൻ ലഭിച്ചതുകൊണ്ട് മറ്റു മാർഗമില്ലാതെ ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി, ഇസ്രായേലിന്റെ നിലനിൽപ്പിന് വേണ്ടി ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇറാൻ എതിരെയുള്ള ഒരാക്രമണം ഞങ്ങൾ അഴിച്ചുവിട്ടു. അതെ, ഈ ആക്രമണത്തിൽ ഞങ്ങൾ എന്താണോ പ്രതീക്ഷിച്ചത് അതിലും അധികം അച്ചീവ് ചെയ്തു. ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് നേടിയിട്ടുണ്ട്. എല്ലാവർക്കും എന്റെ നന്ദി എന്നും നെതന്യാഹു അറിയിച്ചു. നെതന്യാഹു തുറന്നു തന്നെ പറഞ്ഞു, ഞങ്ങൾ ഇറാനെ ആക്രമിച്ചു എന്ന്. ഒരുപാട് പേർ മരിച്ചു എന്നുള്ള വാർത്ത അയത്തുള്ള ഖമേനി അടക്കം പതിയെ എല്ലാവരും പറയാനും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 4 പ്രധാനപ്പെട്ട വ്യക്തികളെയാണ് ഇറാൻ നഷ്ടപ്പെടുത്തിയത്. സർദാർ സൽമി, ഇദ്ദേഹം ചീഫ് ഓഫ് IRGC ആണ്. സർദാർ റഷീദ്, ഹെഡ് ഓഫ് ഖത്തം അൽ അൻബിയ. ഡോക്ടർ ഫ്രൈഡോൺ അബ്ബാസി, ന്യൂക്ലിയർ സയന്റിസ്റ്റ്. ഡോക്ടർ തെഹ്രിൻഷി, ഇദ്ദേഹവും ഒരു ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആണ്. അപ്പോ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ സയന്റിസ്റ്റിനെയും പ്രധാനപ്പെട്ട കമാൻഡോസും ഇറാൻ നഷ്ടമായി. അയത്തുള്ള ഖമേനിയുടെ വലത് കൈ എന്ന് വിശേഷിപ്പിച്ച ഒരു വ്യക്തിയാണ് ഇസ്രായേൽ ഇപ്പോൾ കൊന്നത്. ഇവയ്ക്കെല്ലാം അപ്പുറം എവിടെയെല്ലാമാണോ റഡാർ സ്റ്റേഷൻസ് ഉള്ളത്, എവിടെയെല്ലാം എയർബേസസ് ഉണ്ട്, എവിടെയാണ് ഇവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഉള്ളത്, ഇവയെല്ലാം തേടി ചെന്ന് കണ്ടുപിടിച്ച് ആക്രമിച്ചിട്ടുണ്ട്. ഈ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഈ ഓപ്പറേഷൻ തുടങ്ങിയ അല്പസമയത്തിനുള്ളിൽ തന്നെ അത് അവസാനിച്ചു എന്നും ഇസ്രായേൽ ഒരു അറിയിപ്പ് കൊടുത്തു. ഇതിനുശേഷവും ഇറാൻ ഞങ്ങൾക്കെതിരെ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ ഈ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ തീർച്ചയായും തുടരും. അത് എത്ര ദിവസമാണ് എന്നൊന്നും ഞങ്ങൾക്കിപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ല. എന്നാൽ ഞങ്ങൾക്കുള്ള ഭീഷണി കുറയുന്നതുവരെയും ഈ ഒരു ഓപ്പറേഷൻ തുടരും എന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഈ അറിയിപ്പിന് ശേഷം ഇറാൻ അടുത്ത ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3. ഇസ്രായേലിന്റെ ഈ ഒരു അറിയിപ്പിന് ശേഷം ഇറാൻ അടുത്ത ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തു. അവർ തന്നെ അറിയിച്ചു, ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 ഞങ്ങൾ തുടങ്ങി. ഏതാണ്ട് 600 പ്രൊജക്ടൈൽസ് ഇറാൻ ഇസ്രായേലിനെതിരെ അയച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് ഡ്രോൺസ്, ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇസ്രായേൽ ഇപ്പൊ പൂർണ്ണ ജാഗ്രതയിലാണ്. നാറ്റോ വിമാനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഭാഗത്തേക്ക് അവർ പറഞ്ഞിട്ടേയില്ല. മിഡിൽ ഈസ്റ്റിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും അവർക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടും, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്നും ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം നടത്തുന്നത് കൊണ്ടും അവിടെ നമ്മൾ അകപ്പെടാൻ പാടില്ല എന്നതിനു വേണ്ടി നാറ്റോ വിമാനങ്ങൾ വ്യത്യസ്ത ദിശകളിലേക്ക് പറക്കുന്നുണ്ട്. അമേരിക്കയുടെ റുബി പറഞ്ഞത്, നിങ്ങൾ തീർച്ചയായും ഇസ്രായേലിനെതിരെ ഒരു ആക്രമണം നടത്തും, എന്നാൽ അതേസമയം അമേരിക്കയ്ക്കെതിരെ നിങ്ങൾ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ അവസാന ദിവസം എന്ന് ഇറാൻ ഒരു മുന്നറിയിപ്പും നൽകി. ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങൾ ഇറാനിലേക്കും ഇസ്രായേലിലേക്കും ആവശ്യമില്ലാതെ നിങ്ങളുടെ യാത്രകൾ പോകാൻ പാടില്ല എന്നുള്ള അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഞങ്ങൾ ആദ്യത്തെ പോലെ വെറും പേരിന് വേണ്ടി ഒരു പരീക്ഷണം എന്ന രീതിയിൽ ആക്രമിക്കില്ല. ഇത്തവണ ഞങ്ങളുടെ പ്രതികാരം വളരെ മാരകമായിരിക്കുമെന്നും ഇറാൻ ഒരു പ്രസ്താവന നൽകി. അതുപോലെ ഓരോ ആക്രമണത്തിലും ഞങ്ങൾ സയന്റിസ്റ്റിനെ ആക്രമിച്ചു, IRGC കമാൻഡറെ ആക്രമിച്ചു എന്ന് പറയുന്ന ഇസ്രായേൽ അടുത്തതായി ഞങ്ങളുടെ ടാർഗറ്റ് ഇതുവരെയും ഏതൊരു രാജ്യവും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കുമെന്നും പറഞ്ഞു. ഇസ്രായേൽ നമുക്കൊരു സൂചന നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചു, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അടിച്ചത് എന്ന്. എന്നാൽ ഇവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം എന്ത് പറഞ്ഞുവെന്ന് അറിയണ്ടേ? ഞങ്ങൾ കാത്തിരിക്കാം. ഇസ്രായേൽ ഇറാന് ഒരു വലിയ തിരിച്ചടി നൽകിയിട്ടുണ്ട്. ഇത്തവണ ഇറാൻ വീണ്ടും ഞങ്ങളുടെ മുൻപിൽ വരും, ഒരു നെഗോസിയേഷൻ ടേബിളിലേക്ക് വന്നിരിക്കുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ഇത്തവണ വരൂ, നമുക്ക് സംസാരിക്കാം. ഇങ്ങനെയാണ് ട്രംപ് ഇതിനെക്കുറിച്ചൊരു മറുപടി നൽകിയത്. അദ്ദേഹം ഇതിനെ ഒരു ചർച്ച നടത്താനുള്ള അവസരമായിട്ടാണ് കാണുന്നത്.
അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ അണുവായുധം സംബന്ധിക്കുന്ന ചർച്ചകൾ നടന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. യുറേനിയം എൻറിച്ച്മെന്റ് വളരെ വേഗത്തിൽ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന കാര്യവും അറിയാം. അത് എത്രയും പെട്ടെന്ന് സംഭവിക്കുമെന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചു. ഈ ഒരു യുദ്ധം സാധാരണ സംഭവം പോലെ ആയിരിക്കില്ല. ഇന്ന് ഒറ്റ ദിവസത്തിൽ മാത്രം 9% അസംസ്കൃത എണ്ണയുടെ വില വർദ്ധിച്ചത്. ഒരു സ്ഥലത്ത് ഈ അസംസ്കൃത എണ്ണയുടെ വില വർദ്ധിക്കുകയാണെങ്കിൽ അത് മുഴുവൻ ലോകത്തിന് തന്നെ ഒരു വലിയ പ്രശ്നം സൃഷ്ടിക്കും. ഇപ്പോഴുള്ള ഈ സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും. നമ്മൾ വലിയ യുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം, ഇസ്രായേൽ ഹമാസ് യുദ്ധം, ഇവയ്ക്കെല്ലാം അപ്പുറം ഇസ്രായേൽ ഇറാൻ എന്ന ഒരു യുദ്ധം, ഇത് അതിലും വലിയൊരു യുദ്ധമായി തന്നെ കാണുകയാണ്. കാരണം രണ്ട് രാജ്യങ്ങളും പരമശത്രുക്കളാണ്. ഒരു രാജ്യം ഉണ്ടാകാൻ പാടില്ല എന്ന് മറ്റേ രാജ്യവും, ആ രാജ്യം ഉണ്ടാകാൻ പാടില്ല എന്ന് ഈ രാജ്യവും, ഇങ്ങനെ രണ്ടുപേരും ചിന്തിച്ച് മാറി മാറി രണ്ട് രാജ്യങ്ങളെയും നശിപ്പിക്കാൻ തയ്യാറായി അവരുടെ ജീവിതത്തിന്റെ ആയുസ് തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. ന്യൂക്ലിയർ സയന്റിസ്റ്റിനെ എല്ലാം ആക്രമിച്ചു, IRGC കമാൻഡർ ഓഫീസറെയും ആക്രമിച്ചു. ഇനിയിപ്പോ ഇറാൻ എങ്ങനെ തിരിച്ചാക്രമിക്കാനാണ് എന്ന ചോദ്യത്തിന് എത്രയും പെട്ടെന്നൊരു മറുപടി ലഭിക്കും. പക്ഷേ ഈ മറുപടി വളരെ വിചിത്രമായിരിക്കും. അതുകൂടാതെ വളരെ ഭയങ്കരമായും തോന്നിക്കും. ഇതിനിടയിൽ ഇന്ത്യൻ സർക്കാർ ചെയ്തത് ഇറാനിലുള്ള ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരോട് നിങ്ങളൊരൽപ്പം ജാഗ്രത പാലിക്കുക, അവിടെ എന്തൊക്കെയോ സംഭവിക്കാൻ പോവുകയാണ്, നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ സംരക്ഷിക്കുക എന്നൊരു ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇറാൻ ഇസ്രായേൽ യുദ്ധം എന്നത് അനിവാര്യമാണ്, ഒഴിവാക്കാൻ കഴിയാത്തതായി മാറിയിട്ടുണ്ട്. പക്ഷേ അത് ഒഴിവാക്കാമായിരുന്നു എന്ന് കരുതുന്ന ഒരു നിമിഷം ഉണ്ടായിരുന്നു. ഇത് ഈ രണ്ടുപേരും സമാധാനപരമായുള്ള ഒരു ചർച്ച അമേരിക്കയിലൂടെ നടത്തി വരുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോഴാണ്. മുൻപ് 5 ഘട്ട ചർച്ചയായിരുന്നു അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തിയത്. ഈ സമയത്ത് പതിയെ ഒരു സമാധാനം തിരികെ വരാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിച്ചപ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് ഇറാന് ഒരു മുന്നറിയിപ്പ് കൊടുത്തത്. നിങ്ങൾ അണുവായുധം പൂർണ്ണമായും ഒഴിവാക്കണം, യുറേനിയം എൻറിച്ച്മെന്റ് എല്ലാം അവസാനിപ്പിക്കണം എന്ന ഒരു കണ്ടീഷൻ നൽകി. ഈ സമയം മുതൽ പൂർണ്ണമായും ഇറാന്റെ നിലപാട് മാറുകയാണ്. ഞങ്ങൾക്കെതിരെ അമേരിക്ക പദ്ധതിയിടുകയാണ്, ഇസ്രായേൽ ഞങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രതികരണം വളരെ സ്പെഷ്യൽ ആയിരിക്കുമെന്നും അവർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞവർ തിരിച്ചടി നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു സാധാരണ തിരിച്ചടി ആയിരിക്കില്ല എന്ന് ഇതിനകം തന്നെ ഇറാൻ പറഞ്ഞതുകൊണ്ട് ഈ ഒരു പ്രതികാരം ഇസ്രായേലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. ഇതിനകം ഇസ്രായേൽ ഒരു പ്രിയംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തി, 234 ടാർഗറ്റിനെ നശിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇതിന് ശേഷം ഇറാനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ലോക രാജ്യങ്ങളെല്ലാം ആവേശത്തോടു കൂടി ഉറ്റുനോക്കുന്നത്. അപ്പോൾ വരും മണിക്കൂറുകളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അവയെല്ലാം വോയിസ് ഓഫ് വിക്കിയിലൂടെ നിങ്ങൾക്ക് അറിയാനും സാധിക്കും. ഈ അപ്ഡേറ്റുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.